മാർക്കറ്റിലെ വിലയേക്കാൾ കുറച്ചാണ് കൊടുക്കുന്നത്. അത് മാറുമല്ലോ, അത് സ്വാഭാവികമായിട്ട് മാറില്ല. 10 വർഷത്തിന് മുമ്പുള്ള വിലയല്ലേ. 10 വർഷത്തിന് മുമ്പ് നമ്മൾ അന്നത്തെ മാർക്കറ്റിൽ നിന്ന് 26% കുറച്ചാണ് വില നിശ്ചയിച്ചത്. 10 വർഷത്തിന് ശേഷം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യത്യാസം. അത് സബ്സിഡി നോക്കിയിട്ടല്ലല്ലോ അന്ന് നമ്മൾ കൊടുത്തിരുന്നത്. 70% ഡിഫറൻസ് ഉണ്ടായിരുന്നു. മുളകിൻ്റെ കാര്യത്തിലൊക്കെ 70% ഡിഫറൻസാണ്. കാരണം അത് നമ്മൾ സബ്സിഡി അതിന് മുൻപേ ഉള്ള ഗവൺമെൻറ്റുകളെല്ലാം ചെയ്ത് ഞാനിവിടെ പറഞ്ഞല്ലോ 10% മാർക്കറ്റ് വിലയിൽ നിന്ന് വില കുറച്ചത്. അത് മാറുന്നതിനനുസരിച്ച് അത് മാറുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വർഷത്തിൽ തന്നെ 3 തവണ UDF ഗവൺമെൻറ് കാലത്ത് ആ മാറ്റം മാർക്കറ്റിലെ മാറ്റത്തിനനുസരിച്ച് ഇതിൽ മാറി. എന്നാൽ 2016 ഗവൺമെൻറ് നിശ്ചയിച്ചത് 5 വർഷക്കാലവും അന്ന് നിശ്ചയിച്ച വില മാർക്കറ്റിൽ എത്ര കൂടിയാലും കൂടില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ആ വില നിലനിന്നത്. അതിന് മുന്നേ എല്ലാം തന്നെ 10% അപ്പുറത്തൊരു വില വ്യത്യാസമില്ലായിരുന്നു. എന്തോ ഇപ്പം 35% നമ്മൾ നിശ്ചയിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ചില സീസണുകളിൽ വില വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഗവൺമെൻറ് സപ്ലൈകോ ഇത് അന്തിമമായി ഇനിയുള്ള വർഷങ്ങളിലെല്ലാം ഇതല്ല. സ്വാഭാവികമായിട്ടും മാർക്കറ്റിലെ വില മാറ്റം ചില സീസണിൽ വില വളരെ കുറയാനും സാധ്യതയുണ്ട്, ചിലത് കൂടാനും സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള ഇല്ലില്ല, 10 വർഷം മാറിയിട്ടില്ല. മാറും പഴയത് അവസ്ഥയിൽ തന്നെ. എന്നാൽ മുമ്പ് ചെയ്തിരുന്നത്, കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ ചെയ്ത 10% വ്യത്യാസം. എന്നാൽ ഈ ഗവൺമെൻറ് ഒരു 35% ഡിഫറൻസ് പബ്ലിക്കിന് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വരുന്ന നാളുകളിലും വില മാറ്റത്തിനനുസരിച്ച് മാറുമ്പോൾ ആ നിലയിലുള്ള ചിന്തയോടുകൂടി തന്നെ നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ മന്ത്രിയല്ലേ ആ വകുപ്പിൻ്റെ, ഞാനാണല്ലോ സപ്ലൈകോയ്ക്ക് പണം കൊടുക്കേണ്ട ആൾ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കൂട്ടുത്തരവാദിത്തമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. നിങ്ങൾ അറിഞ്ഞില്ലാത്ത ആളുകളല്ലല്ലോ. പക്ഷേ നിങ്ങളറിയാം, ബഡ്ജറ്റ് സപ്പോർട്ട് അതേ പറഞ്ഞത് പല ഗവൺമെൻറ്റുകളിലൂടെ ഇവിടെ എത്തിയതാണ്. ബഡ്ജറ്റ് സപ്പോർട്ടിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മുടെ ധനകാര്യമന്ത്രി ഇരിക്കുന്നത്. കാരണം കേരളത്തിന് 57,000 കോടി നമ്മൾ പറഞ്ഞില്ലേ, അത് ലഭിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സപ്പോർട്ട് കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ക്ഷേമ പെൻഷനും എല്ലാം തന്നെ കുടിശ്ശികയില്ലാതെയും കൃത്യമായി കൊടുക്കാനും വർധനവ് കുറച്ച് നടപ്പാക്കണമെന്ന് നമ്മൾ ആഗ്രഹം നടപ്പാക്കാനും ഒക്കെ കഴിയുമായിരുന്നു. പക്ഷേ അത്തരം പ്രതിസന്ധിയാണ് ഗവൺമെൻറ്റിന് ഈ നിലയിൽ അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനമല്ല. നിങ്ങൾ കാണേണ്ടുന്നത് രാജ്യത്ത് എവിടെയെങ്കിലും ഞാൻ ഈ അടുത്ത ദിവസം ഡൽഹി പോയപ്പോൾ ഞാൻ ഒരു റേഷൻ കട സന്ദർശിച്ചു. ഞാൻ തെലങ്കാനയിൽ പോയപ്പോഴും ഒരു റേഷൻ കട കാണാൻ പോയി. പോണ്ടിച്ചേരി പോയ സമയത്തും ഞാൻ ഒരു റേഷൻ കട കാണാൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിലും റേഷൻ കട കാണാൻ പോയി. അപ്പം പൊതുവിതരണ സംവിധാനമാണെങ്കിലും ഇതുപോലുള്ള സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഇവിടെ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം മറ്റ് സ്ഥലങ്ങളിൽ നിർവഹിക്കുന്നില്ല. അവിടെ എങ്ങും തന്നെ ഈ സപ്ലൈകോ പോലുള്ള സംവിധാനം ഉള്ളത് നെല്ല് സംഭരണത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ മാർക്കറ്റ് ഇൻ്റർവെൻഷനായിട്ടുള്ള ഒരു ഉൽപ്പന്നം പോലും വിൽക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ വില കുറച്ച് കൊടുക്കുന്ന നിലപാടില്ല. നമ്മൾ ഇത്രയധികം സപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ജനങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസം പകരാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്നുള്ള മനസ്സ് തന്നെയാണ് നമുക്കുള്ളത്. ഇല്ല, അതുകൊണ്ടാണല്ലോ ഇത് എല്ലാം പരിഹരിക്കും. നാളെ ടെൻഡറുണ്ട്, നാളെ മുതലുള്ള നടപടികളിൽ അതാണല്ലോ ലക്ഷ്യം. ഞങ്ങൾ മാവേലി സ്റ്റോറിലെ ഈ 13 ഉൽപ്പന്നങ്ങളുടെ ഷോർട്ടേജ് നിങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതല്ലേ. അത് ആ അവസ്ഥയിൽ വന്ന് അത് പൂട്ടിപ്പോകണോ? അത് പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അത് വീണ്ടും പുനഃസ്ഥാപിച്ച് പരമാവധി ഉൽപ്പന്നങ്ങളെല്ലാം എത്തിച്ച് അത് കൂടുതൽ ശക്തമായി 9 മുതൽ 13 കോടി രൂപയുടെ പെർ ഡേ വിൽപ്പന ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് പെർ ഡേ. എന്നാൽ ഇന്നത്തെ കണക്ക് ഞാൻ പറയുന്നില്ല, വളരെ താഴോട്ട് പോരുന്ന അവസ്ഥയാണ്. നമ്മളിതെല്ലാം തുറന്നു പറയുകയാണ്. നിങ്ങൾക്ക് അത് ജനങ്ങളോട് ആ നിലയിലേക്ക് നിങ്ങളത് പ്രസൻറ്റ് ചെയ്യണം. അതെ, അതല്ലേ മാർഗമുള്ളൂ. ധനമന്ത്രിയായിട്ടിരിക്കുന്ന കസേരയിരിക്കുമ്പോൾ എനിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ ചെയ്യാൻ പറ്റുമോ? എങ്കിലും നിങ്ങൾ കാണേണ്ട കാര്യം എന്താ? ധനമന്ത്രി ആ പ്രസംഗത്തിൽ നിങ്ങളെല്ലാം കേട്ടവരാണല്ലോ, ഏറ്റവും ഊന്നൽ കൊടുത്ത ഏതിനാ? പൊതുജനങ്ങൾക്ക് പൊതുവിതരണ സംവിധാനത്തിനും
ഈ സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാടിനാണ് ആ വർത്തമാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഊന്നൽ. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഗവൺമെൻറ് ഇൻറ്റൻഷൻ മാർക്കറ്റിൽ ജനങ്ങളെ പരമാവധി സഹായിക്കാൻ കഴിയുന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്.